സ്റ്റോറി ടെല്ലിംഗ് പേപ്പറിലെ സാറ ഡില്ലൻ്റെ ദ ഫങ്ഷൻ ഓഫ് സ്റ്റോറീസ് എന്നുള്ള ഒരു ആർട്ടിക്കിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റോറീസിൻ്റെ ഫങ്ഷൻ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ സാറ ഡില്ലൻ ആരാണെന്ന് നോക്കാം. സാറ ഡില്ലൻ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് ലിറ്റററി സ്കോളറാണ്, ഒരു തിയറിസ്റ്റാണ്. അതായത് സ്റ്റോറി ടെല്ലിംഗ്, ലിറ്ററേച്ചർ, കൾച്ചർ, ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും തിയറീസ് അല്ലെങ്കിൽ അങ്ങനെ എഴുതുന്ന ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എഴുതുന്ന ആളാണ് സാറ ഡില്ലൻ. റൈറ്ററാണ് സാറ ഡില്ലൻ. യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജിലെ പ്രൊഫസറാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറും നറേറ്റീവ് തിയറിയിലുമാണ് ഇവർ റിസർച്ച് ചെയ്യുന്നത്. അക്കാഡമിക് ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സയൻസ് ആൻഡ് ലിറ്ററേച്ചർ, കണ്ടംപററി ലിറ്ററേച്ചർ, ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നറേറ്റീവ്സിൻ്റെ റോൾ എന്താണ്, അല്ലെങ്കിൽ സ്റ്റോറീസ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അതിപ്പോൾ സയൻസ് ഫീൽഡാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും ടെക്നോളജി എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റോറീസ് എങ്ങനെയാണ് ഡിഫറെൻറ്റ് ഫീൽഡ്സിൽ ഫങ്ഷൻ ചെയ്യുന്നത്, അതിലൊക്കെ സ്പെഷ്യലി ഇൻട്രസ്റ്റഡ് ആണ് സാറ ഡില്ലൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡില്ലൻ ഒരുപാട് വർക്ക്സ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, അക്കാഡമിക് ബുക്സും എസ്സേസും ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഫങ്ഷൻ ഓഫ് സ്റ്റോറീസിനകത്ത് ലിറ്ററേച്ചറിനെ കുറിച്ചും സൈക്കോളജിയെക്കുറിച്ചും സയൻസിനെ കുറിച്ചും പറയുകയാണ്. അതായത് ടു എക്സ്പ്ലെയിൻ വൈ സ്റ്റോറി ടെല്ലിംഗ് ഈസ് എസെൻഷ്യൽ ടു ഹ്യൂമൻ ലൈഫ്. എന്താണ് ഇമ്പോർട്ടൻസ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ? അപ്പോൾ ആ സ്റ്റോറി ടെല്ലിങ്ങിനെ കുറിച്ചും നറേറ്റീവ് തിയറിയെക്കുറിച്ചും ഒക്കെയാണ് ഇവർ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇവരുടെ വർക്ക്സിൽ. അപ്പം ഈ ഒരു എസ്സേക്കകത്ത് ദ ഫങ്ഷൻ ഓഫ് സ്റ്റോറീസിനകത്ത് അവർ എസ്സേ തുടങ്ങുന്ന ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ എസ്സേ തുടങ്ങുന്നതെന്ന് വെച്ചാൽ സ്റ്റോറീസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എങ്ങനെയായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്? ദേ ആർ മിയർ ഫോംസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഫിക്ഷന് വേണ്ടി മാത്രമുള്ളതാണെന്നാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമൺ അസംഷൻ എന്ന് പറയുന്നത്. സാറ ഡില്ലൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഐഡിയ എന്താണെന്ന് വെച്ചാൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഹ്യൂമൻ ലൈഫിൻ്റെ ഒരു സെൻട്രൽ അല്ലെങ്കിൽ നെസസറി പാർട്ടാണ്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ ജീവിതത്തിലെ ഒരു നല്ലൊരു ഭാഗമാണ് സ്റ്റോറി ടെല്ലിംഗ്. ആൻഡ് പീപ്പിൾ കോൺസ്റ്റൻ്റ്ലി യൂസ് സ്റ്റോറീസ്, അല്ലേ? നമ്മൾ കോൺവെർസേഷൻ സമയത്ത് എഡ്യൂക്കേഷനിൽ, മീഡിയയിൽ, സയൻസിൽ ഒക്കെ നമ്മൾ സ്റ്റോറീസ് യൂസ് ചെയ്യാറുണ്ട്. അതായത് നമുക്ക് ചുറ്റിനുമുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു സെൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ, ഒരു കണക്ഷൻ ഫീൽ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ അത് പറയുന്നത് വെച്ചാൽ എങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള കോൺസെപ്റ്റിനെ നമ്മൾ വെറും എൻ്റർടൈൻമെൻ്റ് ആയിട്ടും ഫിക്ഷനായിട്ടും അണ്ടർ വാല്യൂ ചെയ്ത് കാണുന്നത്. അപ്പോൾ ഡില്ലൻ ഈ ഒരു കാര്യത്തിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സംസാരിക്കുവാണ്. സ്റ്റോറീസ് എന്ന് പറയുന്നത് ഒരിക്കലും ഇൻഫീരിയർ അല്ല. ഇൻസ്റ്റഡ് എന്താണ്, ഒരു റിയാലിറ്റിയെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന ഒരു രീതിയാണ് സ്റ്റോറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ബീങ്സ് നാച്ചുറലി നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം ചിന്തിക്കുന്നത്, ഒരു നറേറ്റീവ് സ്ട്രക്ചറിലാണ് ചിന്തിക്കുന്നത്. എന്നിട്ട് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം ഓർഗനൈസ് ചെയ്ത് ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ് ആക്കിയാണ് നമുക്കിപ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ ഒരു കാര്യം സംഭവിച്ചെന്നിരിക്കട്ടെ, നമ്മളതെങ്ങനെയായിരിക്കും പറയുന്നത്? തലയും വാലും ഇല്ലാതായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്? ഇല്ല, അതിനൊരു ലോജിക്കൽ ഓർഡർ വെച്ചിട്ടായിരിക്കും നമ്മളൊരു മറ്റൊരാളുടെ അടുത്ത് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളാണെങ്കിൽ പോലും സന്തോഷങ്ങളാണെങ്കിൽ പോലും ഒരു ലോജിക്കാലിറ്റി വെച്ചിട്ടാണ് അതിൻ്റെ നല്ലൊരു നറേറ്റീവ് സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന ഒരു പവർഫുൾ ഇൻ്റലക്ച്വൽ ആൻഡ് സോഷ്യൽ ടൂൾ ആണെന്നാണ് പറയുന്നത്. അല്ലാതെ ഒരു ട്രിവിയൽ ആയിട്ടോ അല്ലെങ്കിൽ അതിനെ ഒരു സെക്കൻഡറി കാര്യമായിട്ടോ ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടോ അതിനെ കാണേണ്ട ഒരു കാര്യമില്ലെന്നാണ് ആര് പറയുന്നത്? സാറ ഡില്ലൻ പറയുന്നത്. സോ ഇതാണ് ഈ ഒരു എസ്സേക്കകത്ത് അവർ പറഞ്ഞു പോയേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സെൻട്രൽ ആർഗ്യുമെൻറ്റ് ഓഫ് ദി എസ്സേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറ ഡില്ലൻ ആർഗ്യൂ ചെയ്യുന്നത് സ്റ്റോറീസ് ഹ്യൂമൻ എക്സിസ്റ്റൻസിന് അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫിന് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള, വളരെ സെൻട്രൽ ആയിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്റ്റോറീസ് ആർ നോട്ട് ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. അത് നമ്മളെ വേൾഡിനെ മനസ്സിലാക്കിയെടുക്കാനും തിങ്കിങ്ങിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റോറീസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സ് നാച്ചുറലി നമ്മുടെ എക്സ്പീരിയൻസിനെ ഓർഗനൈസ് ചെയ്തൊരു നറേറ്റീവ് സ്ട്രക്ചറിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത് ഓൾവേസ്. അതായത് ഒരു ലോജിക്കൽ ഓർഡർ ഇൻ ദ ഫോം ഓഫ് ബിഗിനിങ്, ഒരു മിഡിൽ അല്ലെങ്കിൽ ഒരു എൻഡ്, ഇങ്ങനെയാണ് നമ്മളെല്ലാം പറഞ്ഞു പോകുന്നത്. അപ്പോൾ സ്റ്റോറി ടെല്ലിങ്ങിനെ നമ്മൾ ഒരിക്കലും ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ സയൻസിനെ കുറിച്ച് പറയുമ്പോഴും ലോജിക്കിനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ നമ്മൾ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുത്താണ് സംസാരിക്കുന്നത്. അപ്പോൾ സ്റ്റോറി ടെല്ലിങ്ങും അതിനേക്കാട്ടിലും ലെസ് ഇമ്പോർട്ടൻ്റ് ആണെന്നല്ല പറയുന്നത്. ആൻഡ് ഷീ ക്ലെയിംസ് ദാറ്റ് സ്റ്റോറീസ് ആണെങ്കിലും സയൻസ് ആണെന്നുണ്ടെങ്കിലും രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നോളജിന് അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നറേറ്റീവ്സിലൂടെ അല്ലെങ്കിൽ സ്റ്റോറീസിലൂടെ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസിനെ കുറച്ചും കൂടി മീനിങ് ഫുൾ ആൻഡ് മെമ്മറബിൾ ആക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെ ഒരു കഴിവ് സ്റ്റോറീസിന് അല്ലെങ്കിൽ നറേറ്റീവ്സിനുണ്ട്. ഇനി സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞ ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ അതിനകത്ത് തിങ്കിങ് എന്നുള്ളൊരു കാര്യം ഉൾപ്പെടുന്നുണ്ട്. ഹ്യൂമൻ ബീയിങ്സ് ലൈഫ് ഇവൻറ്റ്സിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഓരോ കാര്യങ്ങളും സ്റ്റോറീസായിട്ട് കഥ പോലെ മെനഞ്ഞെടുത്ത് അല്ലെങ്കിൽ കഥ പോലെ ആക്കിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കി എടുക്കുന്നത്, ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കുന്നത്, നമ്മുടെ ലൈഫിൽ ഹാപ്പൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അപ്പം നമ്മൾ അതായത് അപ്പോൾ നമ്മളിതിനെ എങ്ങനെ ബെറ്ററാക്കി എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എങ്ങനെ ഓർത്തെടുക്കുന്നത്? നമ്മുടെ ലൈഫിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും നമ്മുടെ മെമ്മറീസ് ആണെങ്കിലും നമ്മൾ റിമെമ്പർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളതൊരു കഥ പോലെ നമ്മുടെ ആക്കിയാണ് നമ്മളത് റിമെമ്പർ ചെയ്തെടുക്കുന്നത്, അല്ലേ? അതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് നമുക്കതിനെ റിമെമ്പർ ചെയ്യാനും സാധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയായിരിക്കും മറ്റൊരാളുടെ അടുത്ത് സംസാരിക്കുന്നത്.
അപ്പോൾ ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പാണ് സ്റ്റോറിക്കുള്ളത്. എന്തുകൊണ്ട് ഒരു കാര്യം ഹാപ്പൻ ചെയ്തു എന്ന് നമ്മളുടെ അടുത്ത് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും പറയുന്നത്? അതിൻ്റെ കാരണവും അത് നമുക്കുണ്ടാക്കിയ ഒരു എഫക്റ്റും വെച്ചിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ സ്റ്റോറീസിന് ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണുള്ളത്. കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ, കോഹറൻ്റ് ആയിട്ടുള്ള രീതിയിൽ, ഒരു പാറ്റേണിൽ, ഒരു ലോജിക്കൽ പാറ്റേണിലാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ റീസണിങ്ങിനും മെമ്മറിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എവല്യൂഷണറി ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റോറീസാണ് അടുത്തത്. അപ്പോൾ സ്റ്റോറി ടെല്ലിങ്ങിന് ഹ്യൂമൻ എവല്യൂഷനുമായിട്ട് എങ്ങനെയാണ് സാറാ ഡില്ലൻ കണക്ട് ചെയ്യുന്നത്? ഏർലി ഹ്യൂമൻസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റോറീസ് വെച്ചിട്ട് അവരുടെ സർവൈവൽ നോളജും അതൊക്കെ ഷെയർ ചെയ്യാനാണ് യൂസ് ചെയ്തത്. അതായത് ഞങ്ങൾ പണ്ട് ഇതൊക്കെ ഇന്ന കാര്യങ്ങൾ ഡേഞ്ചേഴ്സ് ഉണ്ട്, ഞങ്ങളുടെ ഹണ്ടിങ് സ്ട്രാറ്റജിയൊക്കെ ഇങ്ങനെയാണ്, ഇതൊക്കെ വെച്ച് പറയുമായിരുന്നു അവരുടെ സർവൈവൽ നോളജ് ഷെയർ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ സ്റ്റോറീസ് കമ്മ്യൂണിറ്റീസിന് അവരുടെ നോളജ് അക്രോസ് ജനറേഷൻസ് പ്രിസർവ് ചെയ്യുന്നൊരു കാര്യമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സോഷ്യൽ ബോണ്ടിങ്ങിന് വേണ്ടിയും കോപ്പറേഷന് വേണ്ടിയും സ്റ്റോറീസ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ എന്താണ്, ഫ്യൂച്ചർ പോസിബിലിറ്റീസ് അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാൻ, റിസ്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്തെടുക്കാനൊക്കെ കഥകൾ മെനഞ്ഞെടുക്കുക. അതായത് നറേറ്റീവ്സ്, സ്റ്റോറീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞ ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഒരു നല്ല റോള് പങ്കുവച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി സ്റ്റോറീസും എമ്പതിയും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ സ്റ്റോറീസ് നമുക്ക് എമ്പതി ഡെവലപ്പ് ചെയ്തെടുക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരാളുടെ കഥ നമ്മൾ കേൾക്കുവാണ്, അയാൾ സങ്കടപ്പെട്ട് പറയുന്നൊരു കഥ. നമുക്ക് അയാളുടെ അവസ്ഥ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ എന്ത് ചെയ്യണം? കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പം സ്റ്റോറീസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? പീപ്പിളിൻ്റെ പെർസ്പെക്റ്റീവ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയും അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. റീഡേഴ്സ് അല്ലെങ്കിൽ ലിസണേഴ്സിനെ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ക്യാരക്ടേഴ്സിനുമായിട്ട്. ഒരു നോവൽ വായിക്കുമ്പോഴും ഒരു സിനിമ കാണുമ്പോഴും നമുക്കത് പറ്റുമല്ലോ. അപ്പോൾ ഡിഫറെൻറ്റ് കൾച്ചർ, ഐഡൻറ്റിറ്റി, ഇമോഷൻസ് മനസ്സിലാക്കാനും സ്റ്റോറീസ് സഹായിക്കുന്നു. ഈ എമ്പതി ഉണ്ടെങ്കിലാണ് നമുക്ക് സൊസൈറ്റിയിലെ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഒരു മോറൽ അവയർനെസ് ഒക്കെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ അയാളുടെ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്യത്തില്ല, നമ്മളാരും ദ്രോഹിക്കത്തില്ല, അല്ലേ? നമ്മളൊരു ക്രൈം ചെയ്യില്ല. സോ സ്റ്റോറീസ് വഴി എമ്പതി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ലിറ്ററേച്ചർ, ഫിലിംസ് ആൻഡ് ഓറൽ സ്റ്റോറീസ് ആണെന്നെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും എമ്പതി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. നമ്മളൊരു ഫിലിം കണ്ടിട്ട് നമ്മൾ ആ ക്യാരക്ടറിനോടൊപ്പം കരയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ മീനിങ്? നമുക്ക് ആ ക്യാരക്ടറുമായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്തു, നമ്മളൊന്ന് എമ്പതറ്റിക് ആയതാണ്. സ്റ്റോറീസിലൂടെ എന്ത് പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്? എമ്പതി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തത് സ്റ്റോറിയും ഐഡൻറ്റിറ്റി ഫോർമേഷനുമാണ്. എന്നുവെച്ചാൽ ഇൻഡിവിജ്വൽസിന് സൊസൈറ്റിയിൽ ഒരു ഐഡൻറ്റിറ്റി കൺസ്ട്രക്ട് ചെയ്യാൻ സ്റ്റോറീസിലൂടെ സാധിക്കുന്നു. എങ്ങനെ? അതായത് ആളുകൾ അവരുടെ ലൈഫ് എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കുന്നു? ബൈ ഫോമിങ് പേഴ്സണൽ നറേറ്റീവ്സ്. അതായത് സൊസൈറ്റിയിലൂടെ ഒരു കളക്റ്റീവ് സ്റ്റോറി, നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യണം, അല്ലേ? നമ്മൾ അടങ്ങി ഒതുങ്ങി, അതായത് സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങൾ ചെയ്യണം. ആ സൊസൈറ്റിയുടെ ഹിസ്റ്ററി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ത്യ മഹാരാജ്യത്താണ് ജീവിക്കുന്നുണ്ടെങ്കിൽ വി ഷുഡ് നോ അബൌട്ട് ഇന്ത്യാസ് ഹിസ്റ്ററി. നമ്മുടെ ആ പാസ്റ്റ് ഹിസ്റ്ററി, അതായത് നമ്മുടെ കളക്റ്റീവ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യയുടെ കളക്റ്റീവ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും കൂടി ഒരുപോലെ അനുഭവിച്ചൊരു കാര്യമാണ്. നമുക്ക് കൊറോണയുടെ കാര്യം പറയാം, അതുപോലെ തന്നെ നമുക്ക് 1947 നമുക്ക് ആ ഇൻഡിപെൻഡൻസിൻ്റെ കാര്യം പറയാം, ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളക്റ്റീവായിട്ട് അനുഭവിച്ച കാര്യമാണ്. അപ്പം നമ്മൾ ഹിസ്റ്ററി, നമ്മുടെ മിത്തുകൾ, നമ്മുടെ നാഷണൽ ആയിട്ടുള്ള നെറേറ്റീവ്സിനെ കുറിച്ചൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കൊരു ഐഡൻറ്റിറ്റി അവിടെ ഫോം ചെയ്യുവാണ് ആസ് ആൻ ഇന്ത്യൻ. ഇനി തിരിച്ച് നമ്മൾ കേരളത്തിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആസ് എ കേരളൈറ്റ് എന്തൊക്കെയാണ് നമ്മുടെ കൾച്ചർ, നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ്, നമ്മൾ ഈ ഒരു കേരള സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രത്യേകതകൾ എന്താണ്, നമ്മുടെ പ്രോസ് ആൻഡ് കോൺസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതെല്ലാം എന്തിലൂടെയാണ്? നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം, നമ്മുടെ എക്സ്പീരിയൻസിലൂടെ, നമ്മൾ കാണുന്നതിലൂടെ, നമ്മൾ കേൾക്കുന്നതിലൂടെ, നമ്മൾ പറയുന്ന സ്റ്റോറീസിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന സ്റ്റോറീസിലൂടെയൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഈ നറേറ്റീവ്സ്, ബിലീവ്സും വാല്യൂസും ട്രഡീഷനെയൊക്കെ നമ്മുടെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ ഐഡൻറ്റിറ്റി ഫിക്സ്ഡ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. സ്റ്റോറി ടെല്ലിങ്ങിലൂടെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളിലൂടെ അത് ഷേപ്പായി മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റോറീസ് ഇല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് സാറാ ഡില്ലൻ പറയുന്നത്. പിന്നെ സ്റ്റോറീസ് വെർ സയൻറ്റിഫിക് നോളജ്. ഇനി സ്റ്റോറി ടെല്ലിങ്ങും സയൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? സയൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫാക്റ്റ്, ലോജിക്ക് ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, പേഴ്സണലായിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താം, അതിനെ ഫിക്ഷണലാക്കാം, സത്യമാവണമെന്നില്ല, അല്ലേ? സയൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അത് ഫാക്ച്വലാണ്, ലോജിക്കലാണ്, ഇറ്റ് ഷുഡ് ബി ട്രൂ, അല്ലേ? അപ്പോൾ ഡില്ലൻ ആർഗ്യൂ ചെയ്യുന്ന സയൻസ് എന്ന് പറയുന്നതിനകത്ത് നെറേറ്റീവ് സ്ട്രക്ചർ ഉണ്ട്. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഒരു സയൻറ്റിഫിക് ഡിസ്കവറി ഹാപ്പൻ ചെയ്യുവാണ്.
അത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ അല്ലെങ്കിൽ ഗ്രാവിറ്റി എന്താണെന്നുള്ളത് ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ച് എങ്ങനെയാണ് ഒരു ആപ്പിൾ താഴെ അദ്ദേഹം ഒരു മരത്തിൻ്റെ ചോട്ടിലിരിക്കുമായിരുന്നു, അങ്ങനെ അദ്ദേഹം ഇരുന്ന് ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തലൊരു ആപ്പിൾ വീണു, അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഐഡിയ തോന്നി ഗ്രാവിറ്റി ആണെന്ന് മനസ്സിലാക്കുന്നു എന്നൊക്കെയുള്ള കാര്യം അങ്ങനെ നമ്മൾ കഥ പോലല്ലേ പഠിച്ചു വെച്ചേക്കുന്നത് ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും. അപ്പോൾ സയൻറ്റിഫിക് ഡിസ്കവറീസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റോറീസിലൂടെയാണ് അതിൻ്റെ കോസും എഫക്റ്റും. അദ്ദേഹത്തിൻ്റെ തലയിൽ ആപ്പിൾ വീണതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കാര്യം അദ്ദേഹം ഒരു തിയറി കണ്ടുപിടിച്ചു. അപ്പോൾ കോസും എഫക്റ്റും നമുക്ക് എന്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും? സയൻറ്റിഫിക് ഡിസ്കവറീസ് ആണെങ്കിൽ പോലും അത് സ്റ്റോറീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ കഥകളിലൂടെ പറയുമ്പോഴാണ് നമുക്ക് ഐഡിയാസ് ഒരു വൈഡർ ഓഡിയൻസിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സോ സ്റ്റോറി ടെല്ലിംഗ് എന്ന് വെച്ചാൽ സയൻസിനെ ഒപ്പോസ് ചെയ്യുന്നൊരു കാര്യമല്ല, അതിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്റ്റോറീസ് ആസ് ടൂൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പം അതായത് നമുക്ക് എന്താ പറയുക, സ്റ്റോറീസ് പവർഫുൾ ആണ് ബിക്കോസ് അത് എൻഗേജിങ് ആണ്, മെമ്മറബിൾ ആക്കുന്നു. കോംപ്ലക്സ് ഐഡിയാസിനെ നമുക്ക് ഈസിയറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം സ്റ്റോറി ടെല്ലിങ്ങിലൂടെ. സ്റ്റോറീസിന് നമ്മുടെ ഒപ്പീനിയനെ, ബിലീഫിനെ, ബിഹേവിയേഴ്സിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് അതിനെ എഡ്യൂക്കേഷനിൽ, മീഡിയയിൽ, പൊളിറ്റിക്സിൽ, ബിസിനസ്സിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് മോറൽ ആൻഡ് എത്തിക്കൽ ഫംഗ്ഷൻ ഓഫ് സ്റ്റോറീസ് ആണ് അടുത്തത്. സ്റ്റോറീസിന് മോറൽ ലെസൺസ് ഉണ്ട്, അതായത് ഗുഡ് വെഡ്സ് ഈവിൽ, ജസ്റ്റിസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഇതുപോലുള്ള തീംസ് ഒക്കെ സ്റ്റോറീസ് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു കഥ നമ്മൾ വായിക്കുവാണ്, അല്ലെങ്കിൽ നമ്മളൊരു സിനിമ കാണുവാണ്, അതിൻ്റെ ലാസ്റ്റ് ഡയറക്ടർ പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരു മോറലായിട്ടുള്ളൊരു കാര്യം അവിടെ ഹാപ്പൻ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും, ഒരു മെസ്സേജ് ഉണ്ടെന്നുള്ളത്. മിക്കവാറും ഫിലിംസ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദെയർ വിൽ ബി എ മെസ്സേജ്. അത് നമ്മൾ ഏതിലൂടെയാണ് മനസ്സിലാക്കി? ആ കഥയിലൂടെയും ക്യാരക്ടേഴ്സിലൂടെയാണ് മനസ്സിലാക്കിയെടുത്തത്. അപ്പം സ്റ്റോറീസിനകത്തൂടെ നമുക്ക് മോറൽ ഫങ്ഷൻസ് കാണാൻ സാധിക്കും. ഇപ്പോൾ ക്യാരക്ടേഴ്സിലൂടെ ആണെങ്കിലും ഇവൻറ്റ്സിലൂടെ ആണെന്നുണ്ടെങ്കിലും സ്റ്റോറീസ് അവരുടെ ആക്ഷൻസിൻ്റെ കോൺസിക്വൻസസ് നമ്മളെ അവിടെ കാണിച്ചു തന്നിരിക്കും, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. പിന്നെ വരുന്നത് സ്റ്റോറീസ് ഇമാജിനേഷനുമാണ്. സ്റ്റോറി ടെല്ലിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ? ഇമാജിനേഷനാണ്, അല്ലേ? ഒരു കഥ പറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടി വരും. ഇമാജിൻ ചെയ്യുമ്പോഴാണ് ആളുകൾക്ക് ഒരു കഥ കേട്ടിട്ട് നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സ്റ്റോറിക്ക് മീനിങ് വരുന്നത്. അപ്പോൾ ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻ ഉണ്ടാക്കുന്നു. ഒരു പ്രോബ്ലം സോൾവിങ് ടെക്നിക്ക് നമുക്ക് ഇമാജിനേഷനിലൂടെ കിട്ടുന്നു, അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഫ്യൂച്ചറിൽ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും അവിടെ പോസിബിൾ ആണ്. ഫിക്ഷൻ എന്ന് പറയുമ്പം റിയൽ അല്ല, പക്ഷേ ഹ്യൂമൻ ലൈഫിനെ കുറിച്ചുള്ള ട്രൂത്തുകൾ നമുക്ക് ഫിക്ഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കാണുന്ന സിനിമയാണെങ്കിലും നമ്മൾ വായിക്കുന്ന ബുക്കാണെന്നുണ്ടെങ്കിലും എല്ലാം എന്തോ പോലെ ഇരിക്കത്തില്ല, സത്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് യു റീഡ് ദ ബുക്ക് കൗണ്ട് ഡ്രാക്കുള ബൈ ബ്രാം സ്റ്റോക്കർ, അതിനകത്ത് രക്തരക്ഷസായിട്ടുള്ള വാമ്പയറിനെ പോലുള്ളൊരു ഫിഗർ മാത്രമാണോ കാണുന്നില്ല, അതിനകത്ത് ബ്രാം സ്റ്റോക്കറിൻ്റെ പാസ്റ്റ് ലവ് ലൈഫിനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ, ലേഡി ലവിനെ കുറിച്ച് പറയുന്നുണ്ട്, മീന എന്നുള്ള ക്യാരക്ടറിനോട് അയാൾക്ക് തോന്നിയ ഒരു അഫെക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഹൊറർ മാത്രമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഹ്യൂമൻ ലൈഫിലുള്ള പല കാര്യങ്ങളും അതിനകത്ത് കാണുന്നുണ്ട് നമ്മൾ. ഹൊറർ, അപ്പാർട്ട് ഫ്രം ഹൊറർ, അവിടെ എന്താണ് കാണിക്കുന്നത്? ജൊനാഥനും ആ ഒരു മെയിൻ ക്യാരക്ടർ, ജൊനാഥനും ഡ്രാക്കുളയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഡ്രാക്കുളയുടെ ആ ഒരു ലേഡി ലവിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഡ്രാക്കുളയ്ക്ക് മീനയോട് തോന്നുന്ന ഇഷ്ടം എന്തുകൊണ്ടാണെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ബാക്കി കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്, അപ്പാർട്ട് ഫ്രം ബീങ് എ ഹൊറർ നോവൽ, അല്ലേ? അപ്പോൾ റിയൽ ആവണമെന്നില്ല ഫിക്ഷൻ എന്ന് പറയുന്നത്, പക്ഷേ അതിനകത്ത് ഹ്യൂമൻ ലൈഫിൻ്റെ ചെറിയ ചെറിയ അംശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇമാജിനേഷൻ എന്ന് പറയുന്ന സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു കീ ഫംഗ്ഷനാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫംഗ്ഷൻ ഓഫ് സ്റ്റോറീസ് ആണ്. അതായത് കൾച്ചറൽ ട്രഡീഷൻസ് നമുക്ക് സ്റ്റോറീസിലൂടെ പാസ് ഡൗൺ ചെയ്യുന്നുണ്ട്. മിത്ത്, ലെജൻഡ്, ഫോക്ക് ടെയിൽസ് എല്ലാം ഇതിനകത്തൂടെ സ്റ്റോറീസിനകത്തൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഐതിഹ്യമാല, കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയിരിക്കുന്ന ഐതിഹ്യമാല, ഐതിഹ്യങ്ങളെക്കുറിച്ചുള്ള സ്റ്റോറീസ് കളക്ഷൻ ഇവിടുത്തെ കേരളത്തിലെ, അതായത് കടമ്പറ്റത്ത് കത്തനാറിനെക്കുറിച്ചും കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ചും ഒക്കെയുള്ള ഐതിഹ്യങ്ങൾ ഇതെല്ലാം കമ്പയർ ചെയ്തിരിക്കുന്ന ബുക്കാണ്. കേരളത്തിൻ്റെ അങ്ങും ഇഞ്ഞുമുള്ള എല്ലാ മുക്കുമൂലയിലുമുള്ള സ്റ്റോറീസും മിത്തിനെക്കുറിച്ചും ഫോക്ക് ടെയിൽസും എല്ലാം കൂടെ വരുന്നതാണ് ഐതിഹ്യമാല. അപ്പോൾ അത് വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമോ, അപ്പോൾ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, നമ്മുടെ കൾച്ചർ ഇങ്ങനെയാണ്, നമ്മുടെ ട്രഡീഷൻ ഇങ്ങനെയായിരുന്നു, നമ്മുടെ പാസ്റ്റ് ലൈഫ് ഇങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് ആ ബുക്കിനകത്തുനിന്ന് കിട്ടും. അപ്പോൾ സ്റ്റോറീസിലൂടെ കൾച്ചറൽ ട്രഡീഷൻസ്, മിത്ത്, ലെജൻഡ്സ് ആൻഡ് ഫോക്ക് ടെയിൽസ് എല്ലാം കിട്ടുന്നുണ്ട്. അത് വെച്ച് നമുക്കൊരു കമ്മ്യൂണിറ്റിയായിട്ട് നമുക്കൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇന്ന കാര്യങ്ങളാണ് പണ്ടത്തെ ആളുകൾ നമുക്ക് മുന്നേ ഉള്ള ഫോർഫാദേഴ്സ് കേരളൈറ്റ്സ് ചെയ്തുകൊണ്ടിരുന്നത്, ഇന്ന വാല്യൂസ് ആയിരുന്നു, പൈസയ്ക്ക് നമ്മൾ റുപ്പിന്നൊന്നും അല്ലായിരുന്നല്ലോ അങ്ങനെയൊക്കെയാണ് നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ ഈ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് കിട്ടും, അല്ലേ? അതുപോലെ തന്നെ എന്താണ് പഴയ നമ്മുടെ രാജാക്കന്മാരുടെ കാര്യങ്ങൾ, അവരാരുമായിട്ടൊക്കെ ട്രേഡ് ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങൾ, എന്തൊക്കെയായിട്ട് ട്രേഡ് ചെയ്തിരുന്നു, ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോഴുണ്ട് ശേഷമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ കൾച്ചർ എന്തായിരുന്നു, പാസ്റ്റ് ലൈഫ് എന്തായിരുന്നു, പാസ്റ്റ് ട്രഡീഷൻസ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ പിന്നെ
സ്റ്റോറീസ് ഇൻ ദ മോഡേൺ വേൾഡ്, അതാണ് അടുത്ത പോയിന്റ്. എന്ന് വെച്ചാൽ സ്റ്റോറി ടെല്ലിംഗ് ഇപ്പോഴത്തെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? സ്റ്റോറീസ് എങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്? ഫിലിംസിലൂടെ, OTT പ്ലാറ്റ്ഫോംസിലൂടെ, ടെലിവിഷനിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, അഡ്വർടൈസിങ്ങിലൂടെ ഉണ്ട്. ഡിജിറ്റൽ സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ വൈഡർ ഓഡിയൻസിന് നമുക്ക് പറ്റും. എന്ന് വെച്ചാൽ യൂട്യൂബിലൂടെ ആണെന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റഗ്രാമിലൂടെ ആണെന്നുണ്ടെങ്കിൽ, OTT പ്ലാറ്റ്ഫോം വഴിയാണെന്നുണ്ടെങ്കിലും അല്ലേ. ഈവൻ എ മലയാളം ഫിലിം എന്ന് പറയുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സബ് ടൈറ്റിൽസ് ആർക്ക് കാണാൻ സാധിക്കും? ഒരു ഇംഗ്ലീഷുകാരന് കാണാൻ സാധിക്കും അല്ലേ. ദെൻ ക്രിട്ടിക്കൽ ഇൻസൈറ്റ് അല്ലെങ്കിൽ ഓവറോൾ അനാലിസിസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമല്ല, അത് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ് ഷേപ്സ് ഹൗ വി തിങ്ക്, ഫീൽ ആൻഡ് ഇൻട്രാക്ട് വിത്ത് അതേഴ്സ്. നമുക്ക് ഇൻഡിവിജ്വൽസുമായിട്ടും കമ്മ്യൂണിറ്റീസുമായിട്ടും നോളജ് സിസ്റ്റമായിട്ടും കണക്ട് ചെയ്യാൻ സാധിക്കും. സയൻസും ഹ്യൂമാനിറ്റീസും തമ്മിലുള്ളൊരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ പോലും ഇത് സ്റ്റോറി ടെല്ലിങ്ങിന് പറ്റും എന്നാണ് പറയുന്നത്. സോ സ്റ്റോറി ടെല്ലിംഗ് ഇസ് വാട്ട് മേക്സ് അസ് ഹ്യൂമൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.